നമ്മളൊന്നും പിന്നെ മൈൻഡൊന്നുമില്ലപ്പോ. പിന്നെ മൈൻഡാക്കാൻ വേണ്ടി നേരം 2 ദിവസം കൂടി കഴിഞ്ഞ എക്സാമോ. 2 കൊല്ലത്തെ എനിക്കാകെ പേടിയാവുന്ന ആലോചിച്ചിട്ട്. കാർ ഓഫർ ചെയ്യാം. ഓ നിങ്ങൾക്കൊക്കെ എന്തോ ആവാലോ. അതെ അപ്പൊ അങ്ങ് കാർ കിട്ടണമെങ്കിൽ ഇപ്പൊ ഇരുന്ന് പഠിക്കണം. അതുകൊണ്ട് ഇപ്പൊ അത് ചെയ്യും. മൈൻഡാക്കാൻ ഓരോ കാരണം ഉണ്ടല്ലോ കേട്ടാ. അതല്ല നിങ്ങൾ ആലോചിച്ചത് നമുക്ക് പഠിച്ച് പാസ്സായി ഒരുമിച്ചൊരു കോളേജിലൊക്കെ ചേരണ്ടേ. അപ്പൊ ഇനി ആകെ അത്ര ദേഷ്യമുള്ളൂ. ഇപ്പോഴേ ഉറക്കിയാൽ ശരിയാവും. അതുകൊണ്ട് എന്റെ കുട്ടി നല്ല മോനായിട്ട് ഇപ്പൊ പോയി പഠിക്കാൻ പറ്റും. അല്ല എന്നെ ഉറങ്ങുന്നില്ല. അമ്മ ഇങ്ങനെ മനസ്സമാധാനത്തോടെ ഉറങ്ങാനാ. നാളെ റിസൾട്ട് അല്ലേ. നീ ഇതും ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കലാ. ഒന്നുമില്ലെങ്കിൽ 2-3 കൊല്ലാതെ നമ്മൾ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നേ. എനിക്ക് കിട്ടിയില്ലേ പിന്നെ ആരിക്കാ കിട്ടുക. അച്ഛന്റെ അമ്മേന്റെയും ഏറ്റവും വലിയ സ്വപ്നാണ് നിന്നൊരു കരക്കാക്കിയിട്ട് വേണം നമുക്കൊന്ന് ശ്വാസം വിടാൻ. ചേച്ചി അറിയാം. നീ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ കിടക്കാൻ നോക്കി ബാക്കിയെല്ലാം നമുക്ക് നാളെ നോക്കാം. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചാ ക്രമക്കേട് സ്ഥിരീകരിച്ച് കേന്ദ്രമന്ത്രി. പരീക്ഷ എഴുതിയ കുട്ടികളിൽ 60ഓളം കുട്ടികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ച സാഹചര്യത്തിലാണ് പരീക്ഷാ ക്രമക്കേട് പുറത്തുവന്നത്. പുനഃപരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുവരുന്നു. തോറ്റുപോയി അമ്മേ. അമ്മേ എന്ന് ചികിത്സയെങ്കിലും പറ. എന്നെ എന്ത് പറഞ്ഞിട്ടെന്തിനാ? നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് നമ്മൾ വരുത്തിയിട്ടുണ്ടാ? നിനക്ക് വേണ്ടി രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെടുന്ന ആ മനുഷ്യനെ പറ്റി നീ ആലോചിച്ചോ? മാമന്മാരെല്ലാം രാവിലെ കൊണ്ട് വിളിക്കുന്നേ. അവരോടെല്ലാം ഞാൻ എന്താ പറയണ്ടേ? അല്ലെങ്കിലും അന്നം പറഞ്ഞാ മതിയല്ലോ. സ്വാതന്ത്ര്യം കൂടി പോയിട്ടാ പറ്റിപ്പോയത്. വന്നല്ലോ അറിഞ്ഞിട്ടുണ്ടാവല്ലോ കുഞ്ഞാരം പ്രവർത്തനത്തെ. അതൊന്നും പറഞ്ഞ കാര്യമില്ലേ. നമുക്ക് നാളെ ISRD കോളേജ് വരെ ഒന്ന് പോണം. നിങ്ങളില്ലെങ്കിൽ അതെങ്കിലും ഉണ്ടാവുമല്ലോ. പിന്നെ ഇങ്ങനെ കാണാൻ അടുത്ത ആഴ്ച ചെറുക്കനും കൂട്ടരും വരുന്നു. എങ്ങനെയുണ്ടെന്ന് പറയുക. നമ്മുടെ ആക്സറീസ് ആണെങ്കിൽ പോലും വളരെ മിനിമൽ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ കോളേജിൽ അടുത്തേക്കും നമ്മുടെ കോളേജിൽ ആർക്കും പ്രശ്നമായിരുന്നു. ഇത് ആരും മരിച്ചെന്നോ എന്തോ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പലരും മാറ്റി വെക്കുന്ന അവസ്ഥയാണ് കേട്ടത്. ഇത്ര അണിഞ്ഞ് ഒരുങ്ങിയത് കെട്ടി വന്നിട്ട് ഞാൻ പറഞ്ഞിരിക്കട്ടെ. ഇത്രയൊക്കെ കെട്ടി വന്നിട്ടും ഇവർ നമ്മൾ ചെയ്യുന്നത് തെറ്റായിരിക്കും. എനിക്കാണെങ്കിൽ ടെമ്പററി കൊണ്ട് പറ്റുമ്പോൾ തിരിച്ചെടുത്ത് തരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഡെയിലി വ്ലോഗ്. അപ്പം
കുറെ ദിവസമായിട്ട് എന്റെ വീഡിയോസിൽ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എപ്പോഴാണ് എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫേസ് റിവീൽ ചെയ്യാന്ന്. സോ ഐ തിങ്ക് ഇന്നാണ് ആ ദിവസം തോന്നി. സോ എന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടാലോ? ഹലോ ഗായ്സ്. മൈ ബോയ് ഫ്രണ്ട്. അതിനെ പറ്റി ഞാൻ എന്താ പറയുന്നത്? സോ ലവ്ലി, കാരിങ്, സച്ച് ജെന്റിൽമാൻ. ഒരു ഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഞങ്ങളിത് ബാംഗ്ലൂരിലേക്ക് പോവാണ്. ഫസ്റ്റ് ടൈം വെള്ളം അടിക്കാൻ പോവായിരിക്കും. അത് വോഡ്ക. അപ്പം അടുത്ത വ്ളോഗിൽ അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും. അതുവരെ ബൈ. നാട്ടുകാരെ കൊണ്ട് അവരൊക്കെ പറയുമ്പോ സമാധാനമായല്ലോ. ഇതിലും നല്ലത് പോയി ചാവുന്നതാ. നിങ്ങൾ നിർത്തോ? ഇപ്പൊ നോക്കിയാലും നിങ്ങളുടെ ഇഷ്ടങ്ങള്. എന്റെ ഇഷ്ടത്തെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വലിച്ചു കുടിച്ച് നടക്കുന്നതാണി നിന്റെ ഇഷ്ടം. അല്ല, ഒരു പരീക്ഷ കഴിയുമ്പോഴും
മാർക്ക് ലിസ്റ്റ് എടുത്ത് സ്റ്റാറ്റസ് ഇടുമ്പോ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ? അതിനപ്പുറം നിങ്ങൾക്കുണ്ട് സ്വപ്നങ്ങള്. ചെയ്തതിനും ചെയ്താത്തതിനും ഒക്കെ ഞാൻ തെറ്റുകാരി. ശരിയാ, തെറ്റ് പറ്റിപ്പോയി. പക്ഷെ അത് തിരുത്താൻ എനിക്കിപ്പോ കഴിയും. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് തിരുത്താൻ കഴിയാത്ത ഒരുപാട് പേര് ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. ഒറ്റപ്പെട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഒരു രസത്തിന്റെ പുറത്തോ ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ച് ഇതിന്റെ ചുഴിയിൽ പെട്ടുപോയ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇത് തെറ്റാണെന്ന് എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണം. തെറ്റുകൾ തിരുത്തപ്പെടണം. അമ്മ, എനിക്കിനിയും പഠിക്കണം. കുട്ടി പഠിക്കേ. നിറമുള്ള ജീവിതത്തിന് ലഹരി ഒരു മങ്ങലാവാതിരിക്കട്ടെ. Say yes to life, not to drink. Thank you.